യൂട്യൂബിൽ ആദ്യമായി കേരള സ്റ്റൈൽ പനീർ ബുർജി. ഇത് വെജ് കേരള സ്പെഷ്യൽ ആണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടും കഴിച്ചിട്ടും ഉണ്ടാവില്ല. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തണേ. എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി 200 ഗ്രാം പനീറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഫ്രോസൺ ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ തണുപ്പൊന്ന് മാറിയതിന് ശേഷം അതിൽ നിന്ന് മാക്സിമം വെള്ളം ഒപ്പി മാറ്റുക. അതിനുശേഷം കൈകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് ഫൈനായിട്ട് പൊടിക്കണ്ട. കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഇളകിയും വരും. ഇടയ്ക്കിടയ്ക്ക് വലിയ പീസും കിടന്നോട്ടെ. നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ആദ്യം തയ്യാറാക്കാം. അതിനുവേണ്ടി 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ബുർജിയുടെ വോളിയം കൂട്ടാൻ വേണ്ടി നമ്മൾ സാധാരണ കേരളത്തിൽ എടുക്കുന്ന പോലെ തേങ്ങയാണ് ഞാനും എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും മസാലയിലേക്ക് വേണ്ടി മാത്രം. ഇനി കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മസാലയിൽ തേങ്ങയും ഉപ്പും ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വറ്റൽമുളകിൻ്റെ നിറം ഒന്ന് നല്ല ബ്രൈറ്റ് റെഡ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. വറ്റൽമുളക് നല്ല ചുമന്ന നിറമായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. അത് ബ്രൗൺ നിറമാവൊന്നും വേണ്ട. തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറി വെളിച്ചെണ്ണയുടെ മണം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് വഴറ്റിൽ നിർത്താം. ഇതുപോലെ തേങ്ങയുടെ വെള്ള നിറം ഒന്ന് മങ്ങിയിട്ടുണ്ട്, പച്ചമണം മാറിയിട്ടുണ്ട്, വെളിച്ചെണ്ണയുടെ മണം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റി വയ്ക്കാം. ഒരു ചെറു ചൂട് പരുവത്തിലെത്തുമ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമ്മൾ എടുത്തു വെച്ച ഉപ്പും കൂടി 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒരു 3 പൾസ് കൊടുത്ത് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ 2-3 പൾസിൽ ഇങ്ങനെയായി കിട്ടും. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അതേ പാൻ വീണ്ടും അടുപ്പത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ, കഴുകൊന്നും വേണ്ട കേട്ടോ, സെയിം പാൻ ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ കേരള സ്റ്റൈൽ ആയതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇവിടെ ഞാൻ നീളത്തിലാണ് കയറിയിട്ടുള്ളത്, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. എങ്ങനെ വേണമെങ്കിലും വട്ടത്തിലരിഞ്ഞോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം, പച്ചമുളകിൻ്റെ നിറം മാറുന്നത് വരെ. ഇതപ്പോൾ പച്ചമുളകിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചേർക്കുന്നത് 3 മീഡിയം സൈസിലുള്ള വല്യുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. വല്യുള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി എന്നാൽ ഒരു ചെറിയ ക്രഞ്ച് നിലനിൽക്കുന്നത് വരെ ആണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ബ്രൗൺ ആക്കൊന്നും വേണ്ട. ഉള്ളിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ചേർക്കുകയാണ്. ഒന്ന് വഴറ്റി നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർക്കാം. നേരത്തെ നമ്മൾ മസാലയിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. പനീറും കൂടെ ചേരുമ്പോൾ ഈ എരിവ് മതിയാവാതെ വരും. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണും കൂടെ പെപ്പർ പൗഡർ ഞാൻ ചേർക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ച പനീർ ചേർക്കാം. പനീരിൽ നിന്ന് എത്ര നമ്മൾ വെള്ളം ഒപ്പിയെടുത്തു എന്ന് പറഞ്ഞാലും അതിൽ കുറച്ചുകൂടി വെള്ളം ഇറങ്ങാൻ അപ്പോഴും ബാക്കി കിടക്കുന്നുണ്ടാവും. പനീർ ചേർത്തിട്ട് ഒന്ന് ജെന്റ്ലി മിക്സ് ചെയ്ത് കൊടുക്കുക. പനീർ ഒരുപാട് അങ്ങ് പൊടിയാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. പക്ഷേ എന്നാൽ അതിലുള്ള ചേർത്തിട്ടുള്ള മസാല പനീരിൽ കോട്ടാവുകയും വേണം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് കറിവേപ്പിലേൻ്റെ സ്മെല്ലും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു നല്ല ഒരു അരോമ വരും ഈ പാനിൽ നിന്ന്. കറിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച ശേഷം ഒരു 30 സെക്കൻഡ് നേരം അടച്ചു വെച്ച് വേവിക്കാം ചെറുതീയിൽ. ഈ സമയത്ത് പനീറിലേക്ക് ഉപ്പ് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാൻ കൂടെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ
മസാല ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 20 മുതൽ 30 സെക്കൻഡ്സ് വരെ ഒരു ചെറിയ തീയിൽ അങ്ങനെ തന്നെ വെച്ചേക്കുക. ആ രുചിയും മണമൊക്കെ ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ്, എല്ലാ സ്ഥലത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു 30 സെക്കൻഡ് കഴിയുമ്പോഴേക്കും വെജ് കേരള സ്പെഷ്യൽ കേരള സ്റ്റൈൽ പനീർ ബുർജി റെഡിയാണ്. അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റി കേരള സ്റ്റൈൽ പനീർ ബുർജി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ, കമൻറ്റിൽ ഇട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.